എല്ലാം കൈവിട്ടു പോകുമ്പോഴും തോറ്റുപോകാത്ത ഒരു സ്ത്രീയുടെ നിശബ്ദ മഹാകാവ്യമാണ് അവൾ. ചില സിനിമകൾ കഥ പറയുന്നില്ല, അവ മനുഷ്യരെ കാണിച്ചു തരുന്നു. ജയരാജിൻ്റെ അവൾ എന്ന സിനിമ അത്തരമൊരു സിനിമയാണ്. ഇത് പ്രഭയുടെ കഥയാണ്. പക്ഷേ അതോടൊപ്പം നമ്മുടെ സമൂഹം കാണാതെ പോകുന്ന ആയിരക്കണക്കിന് പ്രഭമാരുടെ കഥ കൂടിയാണ്. സംസാരശേഷിയില്ലാത്ത ഒരു സ്ത്രീ, മകൻ ജനിച്ചപ്പോൾ അവനും സംസാരശേഷിയില്ലെന്ന് അറിയുമ്പോൾ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് നാടുവിടുന്നു. പക്ഷേ സംവിധായകൻ പ്രഭയെ ഇരയാക്കി നിർത്തുന്നില്ല, കണ്ണുനീരിൻ്റെ പ്രതിമയാക്കുന്നുമില്ല. ജീവിതത്തിൻ്റെ അടിയൊഴുക്കുകളിൽ പെട്ടിട്ടും മുങ്ങിപ്പോകാതെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെയാണ് ജയരാജ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഭ ഒരു കഥാപാത്രമല്ല, മനുഷ്യൻ്റെ അതിജീവന ശേഷിയുടെ ഉജ്ജ്വല പ്രതീകമാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ നിശബ്ദതയാണ്. സംസാരിക്കാൻ കഴിയാത്ത പ്രഭയുടെ ജീവിതം സമൂഹത്തോടുള്ള ഒരു വലിയ ചോദ്യമായി മാറുന്നുണ്ട്. യഥാർത്ഥത്തിൽ സംസാരശേഷിയില്ലാത്തത് പ്രഭയ്ക്കാണോ, അതോ അവളുടെ വേദന കേൾക്കാൻ തയ്യാറാകാത്ത നമുക്കാണോ? വീടുകളിലും ഫ്ലാറ്റുകളിലും ജോലി ചെയ്യുന്ന പ്രഭയെ കാണുമ്പോൾ കേരളത്തിൻ്റെ വർഗഘടനയും അധികാര ബന്ധങ്ങളും നിശബ്ദമായി തുറന്നു കാണിക്കപ്പെടുന്നുണ്ട്. ചിലർക്ക് ജീവിതം അവസരങ്ങളുടെ പടവുകളാകുമ്പോൾ മറ്റു ചിലർക്കത് ദുരിതങ്ങളുടെ കാണാക്കയങ്ങളാകുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം സിനിമ ഉയർത്തുന്നുണ്ട്. അവളുടെ വിധിയെക്കുറിച്ചുള്ള ഒരു സിനിമയാണിത്. ലോകത്ത് ചില മനുഷ്യർ എന്തുകൊണ്ടാണ് ദുരിതങ്ങളുടെ നിരന്തര വലയത്തിൽ അകപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ചില ജീവിതങ്ങൾ തുടർച്ചയായി പരീക്ഷിക്കപ്പെടുന്നത്? പ്രഭയുടെ ജീവിതം കാണുമ്പോൾ യോബിൻ്റെ ജീവിതവും ദസ്തയേവ്സ്കിയുടെ കഥാപാത്രങ്ങളും ബുദ്ധൻ്റെ ദുഃഖസത്യവും ഓർമ്മയിൽ വരും. ദൈവസന്നിധിയിൽ ഇടനെഞ്ചു പൊട്ടി പ്രഭ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് പോലും എല്ലായ്പ്പോഴും ഉത്തരമില്ലെന്ന മനുഷ്യാവസ്ഥയുടെ കഠിന സത്യം സിനിമ സ്പർശിക്കുന്നുണ്ട്. സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ശ്രദ്ധേയരാണ്. KPSC ലളിതയുടെ അമ്മ പഴയ ലോകത്തിൻ്റെ മൂല്യങ്ങളുടെയും സ്നേഹത്തിൻ്റെയും വൈരുദ്ധ്യങ്ങളുടെയും പ്രതിനിധിയാണ്. അമ്മച്ചിയെ വൃദ്ധസദനത്തിൽ തള്ളുന്ന രണ്ട് പെൺമക്കളുണ്ട് അവിടെ. മറ്റൊരാളുടെ വേദന കാണാൻ കഴിയാത്ത ആഡംബര ലോകത്തിൽ കഴിയാൻ കൊതിക്കുന്ന ഒരമ്മയുണ്ട്. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തകർന്നു പോകുന്നവരിലെ ഒരു പെൺകുട്ടിയും അദൃശ്യമായി ഈ സിനിമയിലുണ്ട്. എല്ലാം ചേർന്ന് സ്ത്രീ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളാണ് സിനിമയിൽ തെളിയുന്നത്. ഇവിടെ പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ പരാജയങ്ങളും കുടുംബ വ്യവസ്ഥയുടെ വിള്ളലുകളും വ്യക്തമായി കാണാം. സുരഭി ലക്ഷ്മിയുടെ പ്രകടനമാണ് ഈ സിനിമയുടെ ആത്മാവ്. സംഭാഷണങ്ങളില്ലാതെ കണ്ണുകളിലൂടെയും ശരീരഭാഷകളിലൂടെയും ചെറിയ ചില ശബ്ദങ്ങളിലൂടെയും സുരഭി ലക്ഷ്മി സൃഷ്ടിക്കുന്ന പ്രഭ മലയാള സിനിമയിലെ ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. അഭിനയിക്കുകയല്ല, ജീവിക്കുക തന്നെയാണ് അവർ. അവൾ കണ്ടിറങ്ങുമ്പോൾ പ്രഭയെ മറക്കാൻ നമുക്ക് കഴിയില്ല. കാരണം പ്രഭ നമ്മുടെ വീടുകളുടെ പുറംപറമ്പിലൂടെ നടന്നു പോകുന്ന ഒരു സ്ത്രീയാണ്. നമ്മുടെ നഗരങ്ങളിലെ നൂറുകണക്കിന് അദൃശ്യ തൊഴിലാളികളിൽ ഒരാളാണ്. സിനിമ അവസാനിക്കുമ്പോൾ മനസ്സിൽ ബാക്കിയാകുന്ന ചോദ്യം ഇതാണ്: പ്രഭയുടെ ജീവിതം ദുരിതപൂർണമാകാൻ ആരാണ് ഉത്തരവാദി? വിധിയോ, സിസ്റ്റമോ, സമൂഹമോ, അതോ കണ്ണും കാതും അടച്ച് പ്രാർത്ഥനയിലെന്നവണ്ണം ധ്യാനിക്കുന്ന നമ്മളോ?